മുമ്പിൽ നിന്ന് നയിച്ച ക്യാപ്റ്റൻ പടിദാറിൻ്റെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടന മികവിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് തകർത്ത് RCB IPL ഫൈനൽ ബർത്ത് സ്വന്തമാക്കി. RCB നേടിയ 254 എന്ന പടുകൂറ്റൻ സ്കോർ പിന്തുടർന്ന ഗുജറാത്ത് 162 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. 33 പന്തിൽ 93 റൺസ് നേടി പുറത്താകുന്ന നായകൻ പടിദാറാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. എന്നാൽ ആദ്യ ക്വാളിഫയറിൽ പരാജയപ്പെട്ടെങ്കിലും എലിമിനേറ്ററിൽ വിജയിക്കുന്നവരുമായി രണ്ടാം ക്വാളിഫയർ വിജയിച്ച് ഫൈനലിലെത്താൻ ഗുജറാത്തിന് ഇനിയും അവസരമുണ്ട്. ഇന്ന് മത്സരത്തിൽ ടോസ് വിജയിച്ച ഗുജറാത്ത് എതിരാളികളെ ബാറ്റിംഗിനയക്കുകയായിരുന്നു. ആദ്യ 2 പന്തുകളിൽ ബൗണ്ടറിയോടെ തുടങ്ങിയ വെങ്കടേഷ് അയ്യർ മികച്ച തുടക്കം RCBക്ക് നൽകിയെങ്കിലും രണ്ടാം ഓവറിൽ റബാദ 19 റൺസ് എടുത്ത് അയ്യരെ ഗില്ലിൻ്റെ കയ്യിലെത്തിച്ചു മടക്കി. പിന്നീട് കോഹ്ലി പടിക്കൽ സഖ്യം തകർത്തടിച്ചതോടെ 4ാം ഓവറിൽ RCBയുടെ സ്കോർ 50 കടന്നിരുന്നു. 9ാം ഓവറിൽ ഇരുവരെയും വീഴ്ത്തി ജേസൺ ഹോൾഡർ ഗുജറാത്തിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. 25 പന്തിൽ 43 റൺസ് എടുത്ത കോഹ്ലി ബൗൾഡായി മടങ്ങിയപ്പോൾ 19 പന്തിൽ 30 റൺസ് എടുത്ത പടിക്കലിനെ ബെഡ്ഡൽ പിടിച്ചു പുറത്താക്കുകയായിരുന്നു. പിന്നീട് കൃണാൽ പാണ്ഡ്യ പടിദാർ സഖ്യം മത്സരത്തിൽ ആധിപത്യം നേടിയെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സാവധാനം നിലയുറപ്പിച്ച ശേഷം ആഞ്ഞടിച്ച് ഇരുവരും ചേർന്ന് GT ബൗളർമാരെ നിർദ്ദയം ബൗണ്ടറി കടത്തി സ്കോർ ബോർഡ് അതിവേഗം ചലിപ്പിച്ചു. 17ാം ഓവറിൽ 43 റൺസ് എടുത്ത കൃണാലിനെ റബാദ പുറത്താക്കിയെങ്കിലും 21 പന്തിൽ 50 അടിച്ച് ക്യാപ്റ്റൻ പടിദാർ RCB ആരാധകരെ ആവേശത്തിലാക്കി. 4 റൺസ് മാത്രം എടുത്ത് ടിം ഡേവിഡ് പെട്ടെന്ന് മടങ്ങിയെങ്കിലും ജിതേഷ് ശർമ്മ പടിദാറിന് മികച്ച പിന്തുണയാണ് നൽകിയത്. അവസാന ഓവറിൽ പടിദാർ സെഞ്ചുറി നേടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും 93 റൺസ് നേടി 254 എന്ന വമ്പൻ സ്കോറാണ് ടീമിന് സമ്മാനിച്ചത്. IPL പ്ലേ ഓഫിലെ ഏറ്റവും ഉയർന്ന സ്കോറായി RCBയുടെ ഇന്നത്തെ പ്രകടനം മാറി. തുടർച്ചയായി 2 ബൗണ്ടറികൾ നേടിയാണ് സായ് സുദർശൻ ഗുജറാത്തിൻ്റെ ഇന്നിങ്സിനും തുടക്കമിട്ടത്. എന്നാൽ 3ാം ഓവറിൽ ദൗർഭാഗ്യകരമായ രീതിയിൽ ഹിറ്റ് വിക്കറ്റായി സുദർശൻ മടങ്ങിയത് ഗുജറാത്തിന് കനത്ത തിരിച്ചടിയായി. അടുത്ത ഓവറിൽ ഗില്ലിനെ ക്ലീൻ ബൗൾഡ് ചെയ്ത് ഭുവനേശ്വർ കുമാർ മത്സരത്തിൻ്റെ തുടക്കത്തിലെ തന്നെ RCBക്ക് മുൻതൂക്കം നേടിക്കൊടുത്തു. ഉജ്ജ്വലമായി പന്തെറിഞ്ഞ RCBക്ക് മുമ്പിൽ അടിപതറിയ ഗുജറാത്ത് 51-5 എന്ന നിലയിലാണ് പവർ പ്ലേ പൂർത്തിയാക്കിയത്. മത്സരം ഏകപക്ഷീയമായതോടെ 92-8 എന്ന നിലയിൽ നിന്നും തെവാട്ടിയ സിറാജ് സഖ്യം അതിവേഗം ഓൾ ഔട്ടാകാതെ മാന്യമായ സ്കോറിന് വേണ്ടി ബാറ്റ് വീശി. 17ാം ഓവറിൽ 33 പന്തിൽ നിന്നും തെവാട്ടിയ തൻ്റെ 2ാം IPL 50യും പൂർത്തിയാക്കി. 19ാം ഓവറിൽ 68 റൺസ് നേടിയ തെവാട്ടിയെ മടക്കി ഭുവനേശ്വർ 68 റൺസിൻ്റെ ഈ കൂട്ടുകെട്ട് പൊളിച്ചു. അവസാന ഓവറിൽ സിറാജിനെ ടിം ഡേവിഡിൻ്റെ കയ്യിലെത്തിച്ച് പാണ്ഡ്യ RCBയെ ഫൈനലിലേക്കും എത്തിച്ചു. നിലവിലെ ചാമ്പ്യന്മാരായ RCB ഒരിക്കൽ കൂടി ഫൈനലിലെത്തിയതോടെ 5 തവണ ഫൈനൽ കടന്ന ടീമായി മാറി. 11 തവണ ഫൈനൽ കളിച്ച ചെന്നൈ, 6 തവണ ഫൈനൽ കളിച്ച മുംബൈ എന്നിവരാണ് RCBക്ക് മുമ്പിലുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.